അതെ, രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് കരയാൻ മോളെ അപ്പനും നിന്റെ കെട്ടിയവനൊന്നും തട്ടിപ്പോയൊന്നുമില്ലല്ലോ. ഒരു സിനിമയ്ക്ക് പോയില്ലാന്ന് പറഞ്ഞ് ഇവിടെ ആകാശം ഇടിഞ്ഞ് വീഴൊന്നുമില്ല. എടി പോത്തെ, പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട്, വല്ലവന്റെയും പറമ്പിലെ പുല്ല് കണ്ടുകൊണ്ട് പശുവിനെ വളർത്തരുതെന്ന്. പുല്ല് വളർത്താൻ കഴിവില്ലാത്ത ആൾക്കാർ വീട്ടിലുണ്ടായി ഇങ്ങനെയൊക്കെ സംഭവിക്കും. ആ, ഇനിയിപ്പോ എന്റെ മണ്ടയ്ക്ക് കയറിക്കോ. ഞാൻ ആരുടെയും മണ്ടയ്ക്ക് കയറാൻ വരുന്നില്ല. ഒരു സിനിമയ്ക്ക് പോണത് അത്ര വലിയ സംഭവമൊന്നുമല്ല. നല്ല സംഭവമല്ല. എല്ലാരും പറയും തങ്കത്തിന് എന്താ ഭ്രാന്താണോ, അവന്റെ കെട്ടിയാലും മക്കളെയും കൊണ്ട് പോകണേന് നിനക്ക് എന്താന്ന് ചോദിക്കും. അവൻ അത്ര നേരം നിന്ന് പറഞ്ഞപ്പോഴത്തേനും നിങ്ങൾക്ക് ഒരു വാക്ക് പറയാറുന്നില്ലേ ക്ലീറ്റോ? അയ്യോ, ചുമ്മാ ചാടിക്കൊരു വാക്ക് പറയാൻ സിനിമയ്ക്ക് പോകണമെങ്കിൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ കാശ് വേണം. എന്റെ കാശൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. വേല പണിയില്ലാത്തവന്റെ കൂടെ ഇറങ്ങി പോണവർക്ക് ഇങ്ങനെ വരും. ആ, എന്തായാലും പറയുമ്പോ ഇനി അതങ്ങ് പറഞ്ഞോ കേട്ടോ. ഞാൻ എന്തോ ഞാൻ വരണില്ലാന്ന് പറഞ്ഞത്, അതിട്ട് എന്നെ പിടിച്ചോണ്ട് പോയിട്ട് വിഷമം ഉണ്ടാവില്ല ക്ലീറ്റോ? ശരി, ഇത് നീ ഇങ്ങനെ എന്റെ അടുത്ത് ബഹളം വെച്ചാ നിന്റെ ആങ്ങളയുടെ ഭാര്യ, അവളാണ് നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചത്. നിങ്ങളൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ വേണ്ട, എന്റെ ഭാര്യന്റെ മക്കളെ ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞോ നിങ്ങള്? ഞാൻ അടിച്ചിട്ടങ്ങനെ നോട്ടൊന്ന് ഉണങ്ങി വരട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ കൊണ്ടുപോകാന്നൊക്കെ പറയാം കേട്ടോ. നീ ഇന്ന് മോങ്ങാതെ ഉടുപ്പ് മാറിയിട്ട് വല്ല പഠിക്കാൻ നോക്കിക്കോ. ജോലി എന്തെങ്കിലും കിട്ടിയാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ തള്ളയുടെ ഗതിയാവും. ഇപ്പൊ അതായി പഠിക്കണി പോ. രണ്ടും കൂടെ ഇടത് മലന്ന് കരയുന്നു. ആ, ഇത് പറയാൻ മാത്രല്ലേ നിനക്ക് പറ്റുള്ളൂ. എന്താ കർത്താവേ, ഇതെല്ലാം സിനിമയ്ക്ക് പോകുമ്പോ കുറച്ച് സമയം സ്വസ്ഥമായിട്ട് ഇവിടെ ഇരുന്ന് രണ്ടെണ്ണം വീശിട്ട് കിടന്ന് ഉറങ്ങാന്ന് വെച്ചാൽ അതിനും സമ്മതിക്കില്ല. അതൊന്നും ഒരു മുടക്കവും വരുത്തണ്ട നിങ്ങള്. ഇല്ലടി, എനിക്ക് ഒരു രീതിയിലും സ്വസ്ഥത തരില്ല. ഓ, സ്വസ്ഥത ഇല്ലാത്ത ഒരാള് എന്തെങ്കിലും വിചാരമുണ്ടോ ക്ലീറ്റോ? എന്തെങ്കിലും പറയുമ്പോ അങ്ങനെ തല്ലി പൊട്ടിച്ചാ പോരാ. പൊട്ടിക്കൂടി, ഇനിയും പൊട്ടിക്കും ഞാൻ. ഇനിയും പൊട്ടിക്കാം. ഞാൻ ഉണ്ടാക്കിയിട്ട എല്ലാം ഞാൻ പൊട്ടിക്കും. പിന്നെ നിങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടേക്കല്ല. പിന്നെ അവർക്ക് ഭയങ്കര സന്തോഷമല്ലേ അത്? അപ്പൊ എന്ത് മക്കളെ ആനുവൽ ഡേ ഇല്ലാത്ത ഇത്തവണ? ആ, പ്രളയമായോണ്ട് ഇത്തവണ ആനുവൽ ഡേ ഇല്ല. ശരി ശരി. ഏട്ടാ ഇപ്പൊ വരാവേ. ഇപ്പൊ വരാമല്ലോ. ഓ, തള്ളയും മോളും കൂടി ഇനി ഇങ്ങോട്ട് വരെയാണ് സിനിമയുടെ കഥ പറയാനായിരിക്കും. സിനിമ കാണാൻ വരാതിരുന്നത് തന്നെ നന്നായി നാത്തൂനെ. തിയേറ്ററിൽ ഭയങ്കര ബഹളായിരുന്നു, കയ്യടിയും ആർപ്പുവിളിയും. സ്വസ്ഥമായിട്ടൊരു സിനിമ കാണാൻ പറ്റിയ പോലും ഇല്ല. ഇത് കുറച്ച് ഫ്രൂട്ട്സാ. ജമന്തി, അതൊന്നും വേണ്ട കേട്ടോ. ഇവിടെ ഞങ്ങളുടെ പാവത്തുങ്ങൾ അതൊന്നും പിന്നെയും മേടിച്ചു കൊടുക്കാനുള്ള കഴിവില്ല ഞങ്ങൾക്ക്. നാത്തൂനെ അങ്ങനെയൊന്നും പറഞ്ഞ് എന്നോട് വഴക്കടിക്കല്ലേ നാത്തൂനെ. തെറ്റ് എൻ്റെ ഭാഗത്താ. ഞാൻ ഏട്ടനോട് ചോദിക്കാതെയാ നിങ്ങളെ വന്ന് വിളിച്ചത്. നാത്തൂന് എന്ത് വേണമല്ലോ എന്നെ പറഞ്ഞു. ഞാനൊന്നും പറയാൻ വരുന്നില്ല. ഞങ്ങൾക്കൊക്കെ മനസ്സിന് വിഷമം ഉണ്ടാവും എന്നുള്ളതൊന്നും മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം. അല്ല, എല്ലാവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് ആഗ്രഹിക്കണതായി എൻ്റെ കുഴപ്പം. അത് എൻ്റെ കൂടപ്പുറപ്പല്ലേ എന്ന് വിചാരിച്ചിട്ടാ, അല്ലാതെ നിങ്ങളാരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പിന്നെ ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ആരെയും പ്രതീക്ഷിച്ച് ജീവിക്കരുത്. അങ്ങനെയുള്ളവരെ ദയവ് ചെയ്ത് മോഹിപ്പിക്കരുത് ഓരോന്ന് കാണിച്ച്. നാത്തൂന് വഴക്കടിക്കല്ലേ നാത്തൂന്. എന്ത് വേണേലും പറഞ്ഞു, തെറ്റ് എൻ്റെ ഭാഗത്താ. അതെ, ആ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങൾക്ക് എത്ര രൂപ ആയി എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളങ്ങ് തന്നേക്കാം. പിന്നെ കണക്കും പറഞ്ഞു വന്നാൽ നമുക്കത് ബുദ്ധിമുട്ടാവും. കൊടുകൈ, നീ ഇടയ്ക്ക് പറഞ്ഞില്ലേ നമ്മൾ ആരെയും പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കരുതെന്ന്. നീ അത് അവൻ്റെ മുഖത്തോക്കി പറയണമെന്ന് എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അവനെ പറഞ്ഞതല്ലല്ലോ, പിന്നെ ഞാൻ നിങ്ങളെ പറഞ്ഞതാ. ആരെ പ്രതീക്ഷിച്ചാലും നിങ്ങളെ ഞാൻ പ്രതീക്ഷിക്കുമല്ലോ ഒരു കാര്യത്തിൽ. അല്ലടേ, നീ പ്രതീക്ഷ വെക്കണ്ട. ഇപ്പോഴും തെറ്റ് എൻ്റെ ഭാഗത്താണ്. ഇങ്ങനെ തന്നെ എനിക്ക് വേണം. ഇങ്ങനെ ഒരു സപ്പോർട്ടില്ലാത്തൊരു ഭാര്യ. ഓ, ഓ, ചെയ്യാൻ പറ്റിയ സാധനം.